ആദമേ ഹവ്വാ, നിങ്ങൾക്ക് വേണ്ട വിധം യഥേഷ്ടം നിങ്ങൾ ഇവിടെ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷേ വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് വരരുത് കേട്ടോ, അത് തിന്നരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അത് തിന്നുകഴിഞ്ഞാൽ നിങ്ങൾ സ്വശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചവരായി മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. എന്താണ് അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം? ആദം നബി അലൈഹിസ്സലാം ആ വിലക്കപ്പെട്ട കനി കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു എന്ന് നമുക്ക് വ്യാമോഹിക്കാൻ കഴിയുമോ? കഴിയോ? ഇല്ലല്ലോ. എന്തേ? ആദം നബിയെ പടക്കുന്നത് തന്നെ ഭൂമിക്ക് വേണ്ടിയല്ലേ? അല്ലാഹു അങ്ങനല്ലേ മലക്കുകളോട് പറഞ്ഞത്, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, മലക്കുകളെ ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധി അയക്കാൻ ഉദ്ദേശിക്കുന്നു. ആ പ്രതിനിധി ഭൂമിയിലേക്ക് വരേണ്ട ആളാണ്, ആകാശത്ത് സ്വർഗലോകത്ത് ജീവിക്കേണ്ട ആളല്ല. അപ്പൊ ആദം നബി ആ പഴം തിന്നാലില്ലെങ്കിലും ആദം നബി ഭൂമിയിലേക്കാണ് വരേണ്ടത്. അതതിനൊരു കാരണമാണ്. പക്ഷേ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ രണ്ടെണ്ണമാണ് പ്രത്യക്ഷത്തിൽ. ഒന്ന് ചെയ്യുക, മറ്റൊന്ന് ചെയ്യരുത്. നിസ്കരിക്കണം, കള്ളുടിക്കരുത്. നോമ്പെടുക്കണം, മയക്കുമരുന്ന് അടിക്കരുത്. ഹജ്ജ് ചെയ്യണം, പുണ്യവാസം ചെയ്യരുത്. സകാത്ത് കൊടുക്കണം, തിന്മയിലേക്ക് സമ്പത്ത് ചെലവഴിക്കരുത്. ഇങ്ങനെ ചെയ്യുക, ചെയ്യരുത്. ഈ രണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു സ്വർഗലോകത്ത്. അതുകൊണ്ടാണ് വകുലാ മിൻഹാ, നിങ്ങൾ തിന്നുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്, ഒരു കൽപ്പന. വലാ തഖറബാ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് നിങ്ങൾ വരരുത് എന്നത് ഒരു നിരോധനമാണ്. അപ്പൊ ഒരു കൽപ്പനയും ഒരു നിരോധനവും ആദം നബിക്ക് കൊടുത്തു. എന്തേ? ഒരുപാട് കൽപ്പനകളും ഒരുപാട് നിരോധനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിന്റെ ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു സ്വർഗത്തിൽ. നോക്കണം, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാം ടെംപ്റ്റഡ് ആയിപ്പോയി. അങ്ങനെയാണല്ലോ, പിശാച് വഴിതെറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ആ അപകടത്തിൽ അവർ പെട്ടുപോവുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇബ്ലീസ് വന്നു ആദം നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു. അത് സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ഹവ്വാ റളിയല്ലാഹു അൻഹയെ നിരന്തരം പ്രലോഭിപ്പിച്ചു. അവൻ പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങളോട് അല്ലാഹു അത് കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ ആ പഴം കഴിച്ചാൽ നിങ്ങൾ മാലാഖമാരായി മാറും, പിന്നെ മരിക്കൂല. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിരഞ്ജീവികളായി മാറും, ഒരിക്കലും മരിക്കാത്ത മനുഷ്യരാകും. അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായിട്ട് മാറും. അത് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളോട് തിന്നരുത് എന്ന് പറഞ്ഞത്. പോയി കഴിച്ചോളൂ എന്ന് നിരന്തരം ഹവ്വാ ബീവിയോട് പറഞ്ഞപ്പോ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. നോക്കണം, ഭാര്യയും ഭർത്താവും ഒരുപോലെ നന്മയിലേക്ക് വരണം. പക്ഷേ ഒരാൾ വഴിതെറ്റിയാൽ അടുത്ത ആളത് വഴിതെറ്റാൻ കാരണമാകും. എത്രയോ ഭർത്താക്കന്മാർ നല്ല ഭാര്യമാരാൽ നന്നായിട്ടുണ്ട്. എത്രയോ മോശപ്പെട്ട പെണ്ണുങ്ങൾ നല്ല ഭർത്താക്കന്മാരാൽ നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നാവുമ്പോൾ ആ വീട് നന്മയുടെ വീടാണ്, അവിടെ സന്തോഷമുണ്ട്. മനുഷ്യൻ പിശാചി പറയുന്നത് നമ്മളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? നമ്മൾ പറയും, എന്റെ അയൽവാസി ഇങ്ങനെ പറഞ്ഞോലോ ആ വാട്സപ്പ് ഗ്രൂപ്പില്, അങ്ങനെ പറഞ്ഞോ നിന്നോടോ, അപ്പൊ പിന്നെ വോയിസ് ക്ലിപ്പിംഗ് കൊണ്ട് അയച്ചു കൊടുക്കലായി. അല്ലെങ്കിൽ കല്യാണത്തിന് കണ്ടപ്പോ നിന്നെ പറ്റി ഇങ്ങനെ, എന്റെ അയൽവാസിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം ഇന്നതാണ്, എന്നെ നാണം കെടുത്താനാണ് പറഞ്ഞത്, കാണിച്ചു കൊടുക്കാം. ഇത് ഇബ്ലീസ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ വിശ്വസിച്ചു. പിന്നെ നമ്മൾ അയൽവാസിയോട് തെറ്റി, പിണങ്ങി, മുമ്പുള്ള സഹകരണം നിർത്തിവെച്ചു. കണ്ടാൽ മുഖം വീർപ്പിച്ചു പോകലായി. എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ മിണ്ടാറില്ല. എന്തേ? ഇബ്ലീസ് നമ്മളോട് പറഞ്ഞു, അവരാ പറഞ്ഞത് ഇന്നത് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാ. അവൻ പറഞ്ഞത് നമ്മളങ്ങ് വിശ്വസിച്ചു അല്ലേ? കണ്ണു ചിമ്മണം എന്ന് അല്ലാഹു പറയുമ്പോൾ പിശാച് പറഞ്ഞു, ഒന്ന് കണ്ണ് ചിമ്പിയില്ലെങ്കിൽ എന്താ? ആ സൗന്ദര്യം ഒന്ന് നോക്കിയെങ്കിൽ എന്താ? എന്ത് സംഭവിക്കാൻ? ഒരു നോട്ടം കൊണ്ടൊക്കെ നിന്റെ ഈമാൻ അങ്ങ് പോകുമോ? നീ അങ്ങ് നോക്കിക്കോ. പിന്നെ അവൻ
അവനതിന് അഡിക്റ്റായി മാറുകയാണ് ഉണ്ടാകുന്നത്. മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകള്, മ്യൂസിക്കിന്റെ ഉപയോഗം. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞല്ലോ അത് പറ്റും, കുഴപ്പമില്ല, എന്നാ പിന്നെ നമ്മൾ മുമ്പര പങ്ക് കൂടാ. പക്ഷേ പ്രാമാണികമായ പ്രമാണബദ്ധമായിട്ട് ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അതിന് ഹലാൽ വൽക്കരിക്കാൻ കഴിയൂല. എന്നാലും തുടങ്ങി വെക്കുക, കേട്ടു നോക്കുക. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞതും കേട്ടു നോക്കുക. നമുക്ക് അത് വെച്ചിട്ടങ്ങ് അടിച്ചു പൊളിക്കാം. അത് ലൈസൻസ് ആണല്ലോ. പഴുതുകൾ തേടി നടക്കുക. എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നിടത്തേക്ക് നിയമത്തെ കൊണ്ടുവരാം. പിശാച് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേട്ടതിന് പിറകെ അവൻ പിന്നെ മറ്റു വെസ്റ്റേൺ മ്യൂസിക്കുകളായി, റോക്ക് മ്യൂസിക്കുകളായി, റാപ്പ് കേൾക്കാനായി, പിന്നെ ഉറങ്ങുന്നതും ഉണരുന്നതും ഹെഡ്ഫോൺ വെച്ചിട്ടാണ്. ഉറക്കത്തിലേക്ക് പോകുന്നത് മ്യൂസിക്കിലൂടെയാണ്. മിസ്മാർ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, അത് ഓരോന്നും ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, അത് പിശാചിന്റെ ഖുർആനാണ്. അല്ലാഹുവിന്റെ വചനവും പിശാചിന്റെ വചനവും ഒരു ഹൃദയത്തിൽ ഒരു നേരത്ത് ഒരുമിക്കുകയില്ല. അങ്ങനെയാണ്. നാളെ നമുക്കൊക്കെ അതാണ് അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസം. എന്നാലും പറയും, അങ്ങനെ ഒരാൾ പണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൂഫി സംഗീതത്തിൽ. ദീനിന്റെ ദലീലുകൾ വെച്ച് നോക്കിയാൽ തെളിയിക്കാൻ കഴിയില്ല. നമ്മൾ പറയും ഇന്നത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അന്നില്ലല്ലോ, ഇതിന് സമാനമായതൊക്കെ ഒന്നുണ്ട്. ഇന്നിവിടെ മുട്ടുന്നതിൻ്റെയൊക്കെ സമാനമായ സാധനങ്ങൾ അന്ന് അറബ് ലോകത്തല്ലെങ്കിൽ പേർഷ്യയിലും യൂറോപ്പിലും ഉണ്ടെന്ന്, റോമിലുണ്ട്. വാദ്യമേളങ്ങളുണ്ടെന്നവിടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? എന്തേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? എന്തേ സ്വഹാബിമാർ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? മുഫസ്സിരീങ്ങൾ എന്തു പറഞ്ഞു? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തു പറഞ്ഞു? അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എവിടെയോ ഒരു വാൽ കഷ്ണം പിടിച്ചിട്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. ആലോചിച്ചു നോക്കിക്കോളൂ. അവനവൻ ചെയ്യുന്നത് നന്മയോ തിന്മയോ, വലോ അഫ്താഖന്നാസു വഅഫ്തൗക്, എത്ര ഫത്വ കിട്ടിയാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ. നമ്മൾ അനുസരിക്കുന്നില്ലേ പിശാചിനെ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് വസ്വാസ് ഉണ്ടാക്കുന്നു. ആദം നബി അലൈഹിസ്സലാം ആ പഴം ഭക്ഷിച്ചു. അല്ലാഹുവിന്റെ നിയമം അവിടെ ലംഘിക്കപ്പെടുകയാണ്. അവരുടെ ഗുഹ്യ സ്ഥാനങ്ങൾ അവർന്ന് വെളിവാകുകയാണ്. ശരീരത്തിലെ വസ്ത്രങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. സ്വർഗത്തിലെ ആഭരണങ്ങൾ, അള്ളാഹു നൽകിയ സ്വർഗീയ ആഭരണങ്ങൾ, സ്വർഗീയ വസ്ത്രങ്ങൾ എല്ലാം ശരീരത്തിൽ നിന്ന് നീങ്ങുകയാണ്. ആ വസ്ത്രം, ആ ഭക്ഷണം അകത്തേക്ക് ചെന്നതോടുകൂടെ ആദ്യം നടന്നത് പിശാച് മനുഷ്യന്റെ രഹസ്യഭാഗം കാണുകയാണ് ഉണ്ടായത്. നോക്കണം, ആദ്യത്തെ ക്രൈം, ആ ക്രൈമിന്റെ ആദ്യത്തെ പരിണിത ഫലം ന്യൂഡിറ്റിയാണ്. മനുഷ്യന്റെ നഗ്നത കാണുക എന്ന വലിയൊരു അപകടമാണ്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ഇലകളെടുത്ത് നാണം മറക്കാൻ അവർ ഓടിച്ചെന്നു. മലക്കുകൾ കാണില്ലേ, ജിന്നുകൾ കാണില്ലേ, ശരീരത്തിലെ വസ്ത്രങ്ങൾ അങ്ങ് ഇല്ലാണ്ടെയായി പോയി. അതുകൊണ്ട് ഏറ്റവും വലിയ ഫിത്നയും ഏറ്റവും വലിയ പരീക്ഷണവും നഗ്നത കാണപ്പെടലാണ് എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ വസ്ത്രവിധാനങ്ങൾ അവര് ശരിയാക്കി വെക്കണം. ശരിയായ വസ്ത്രവിധാനമില്ലാതെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഈ പിശാചിന്റെ വസ്വാസ് മനുഷ്യനെ പിടികൂടും. നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരു പെണ്ണിന്റെ ശരീരം, ഒരു പെണ്ണിന്റെ ശരീരത്തോട് പുരുഷൻ എന്ന നിലയിൽ നൈസർഗികമായ പ്രകൃതിപരമായ ഒരു ഇൻക്ലിനേഷൻ, ഒരു സ്വാഭാവികമായ ഒരു ചാഞ്ചാട്ടം മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമാണ്. അത് നിയന്ത്രിക്കാനാണ് ശർഅ് വന്നത്. ആ നിയന്ത്രണത്തിനാണ് സ്വർഗം തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ അത്ര പുരട്ടി, നിങ്ങൾ സുഗന്ധം പൂശിയിട്ട് അന്യ പുരുഷന്മാർക്കിടയിലൂടെ നടന്നാൽ ഫഹിയ കദാ വകദാ, അവളും വ്യഭിചാരം ചെയ്യുന്ന പെണ്ണും ഒരുപോലെ തന്നെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഒരു ടെംപ്റ്റേഷൻ അകപ്പെടുമ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാം
സുലൈഖ ബീവി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരാൾ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു. വസമിഅ ഹാതിഫൻ യഖൂൽ, ആരോ യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്നു, യാ യൂസുഫ്, യൂസുഫേ ലാ തസ്നി, യൂസുഫേ നിങ്ങൾ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. ഫഇന്ന മൻ സനാ, ആരെങ്കിലും വ്യഭിചരിച്ചാൽ കത്വാഇരില്ലദി അലൈഹി റീഷുൻ നുതിഫ റീഷുഹു, ചിറകുകളുള്ള ഫെദറുള്ള തൂവലുകളുള്ള ഒരു പക്ഷി, ആ പക്ഷിയുടെ തൂവലുകൾ അങ്ങ് പറിച്ചു കളഞ്ഞാൽ ആ പക്ഷിയുടെ ശരീരം നമ്മൾ കാണുന്നത് എങ്ങനെയോ അതുപോലെയാണ് യൂസുഫേ, നിങ്ങൾ വ്യഭിചരിച്ചാൽ ഒരു പക്ഷിയുടെ മനോഹരമായ ശരീരത്തിന്റെ തൂവലുകൾ പിഞ്ഞു പറഞ്ഞു പോകുന്ന പോലെ യൂസുഫേ നിങ്ങൾ ആ പക്ഷി പോലെയാകും. നിങ്ങളുടെ ഇസ്സത്ത് നഷ്ടപ്പെടും, നിങ്ങളുടെ അലങ്കാരം നഷ്ടപ്പെടും. നിങ്ങളുടെ അലങ്കാരം എന്നത് ചാരിത്രശുദ്ധിയാണ്. അതുകൊണ്ട് ലാ തസ്നി വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. അല്ലാഹു നൽകുന്ന നിർദ്ദേശം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടെ നൽകപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ടെംപ്റ്റേഷനുകൾ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ, ഒരു ആണും ഒരാണിന്റെ രഹസ്യഭാഗങ്ങൾ കാണരുത്. എന്നിട്ട് പറഞ്ഞു വൽ ഫഖിദു ഔറ, ഒരു പുരുഷന്റെ കാലിന്റെ തുടഭാഗം ഔറത്താണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഏത് ഭാഗവും ഔറത്താണ്. സുജൂദിലൊക്കെ പോകുമ്പോൾ ഷെഡിയൊക്കെ ഇങ്ങനെ താത്തി കാണിച്ചിട്ട് സുജൂദ് ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്താ? നിസ്കാരത്തിൽ നടക്കുമ്പോൾ പേൻ്റൊക്കെ കൊണ്ട് താഴേക്ക് വലിച്ചിട്ട് ഒരു മനുഷ്യന്റെ ബാക്കിന്റെ ഓൾമോസ്റ്റ് പകുതിയോളം കാണിച്ചുകൊണ്ട് കൂളായിട്ട് നടക്കുക. മനുഷ്യന്റെ ഇന്നർ വെയർ അതൊക്കെ കാണിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുപോലും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ധാർമ്മികതയുടെ പരമമായ പതനം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരു പെണ്ണിന്റെ ഔറത്ത് കാണരുത്, ഒരാണ് ഒരാണിന്റെ ഔറത്തും കാണരുത്. പിന്നുണ്ടോ ആണ് പെണ്ണിന്റെ രഹസ്യഭാഗം കാണുന്നത്? പിന്നെയുണ്ടോ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ രഹസ്യഭാഗം കാണുന്നത്? എത്ര വലിയ കുറ്റമാണ്! തിന്മകളുടെ അഡിക്ഷൻ വന്നു പോകുന്ന കാലമാണിത്. തിന്മകളിലേക്ക് നോക്കാതെ ചിത്രങ്ങളാവട്ടെ വീഡിയോസ് ആവട്ടെ അതിന് അടിമകളായി അടിമത്തം വന്ന പോലെ ഒരു തരത്തിൽ മൃഗീയമായ ആധിപത്യം പിശാച് നമ്മെ കൊണ്ടുവരും. അങ്ങനെ നിരന്തരമായ തിന്മകൾ നമ്മളെ കാണിച്ച് പിശാചുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടിയിട്ടുണ്ടാവും, നമ്മൾ അറിയുക പോലുമില്ല. കാരണം തിന്മകൾ ചെയ്യപ്പെടുന്നിടത്ത് പിശാചുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ മൊബൈലിൽ, നമ്മുടെ ഡിവൈസുകളിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ട്, നമ്മൾ അറിയുന്നില്ല. എന്തേ? പിശാചിന് ഇഷ്ടപ്പെടുന്നതാണ് അവിടെ കാണിക്കപ്പെടുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. നമ്മൾ പറയും അവന് ജിന്നുബാധയുണ്ടായിട്ടുണ്ട്, അവന് ഭ്രാന്ത് പിടിച്ചു എന്ന്. ഒരുപക്ഷെ ചെയ്യുന്ന തിന്മ കൊണ്ട് വരുന്നതാകാം ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കളിക്കുന്നു, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ, പക്ഷേ ഔറത്ത് കാണരുത്. കാലിന്റെ മുട്ടിന്റെ മേൽഭാഗം കാണപ്പെടാൻ കഴിയരുത്, കാണാനാവരുത്, അത് കാണപ്പെടരുത്, അത് വെളിവാവരുത്. അത് ശറഇന്റെ നിയമമാണ്. ഫുട്ബോളിന്റെ നിയമം എന്തോന്ന് എനിക്കറിയില്ല, പക്ഷേ ശറഇൽ അങ്ങനൊരു നിയമമുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, ഇറങ്ങിക്കോളൂ ആദമേ, ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കോളൂ. ഒരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. മഹാന്മാർ പറയുന്നുണ്ട് ഹദീഥു ശഫാഅയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും മദീനയിലൂടെ ഒരു തോട്ടത്തിൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസിന്റെ വിവരണം നടത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് ഒരാട് ഭക്ഷിക്കാൻ കൊണ്ടുവന്നു. ആടിന്റെ കൈയിന്റെ ഭാഗം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. കാന യുഅ്ജിബുൽ കതിഫ്, ആടിന്റെ കൈയിന്റെ ആ ഭാഗം
തങ്ങൾക്ക് ഇഷ്ടമാണ് അതിന്റെ മാംസം. തങ്ങളത് വായിലേക്ക് കടിച്ചു പിടിച്ചു. എന്നിട്ട് ഫഹദ്ദസനാ, നബി തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? അന സയ്യിദു വൽദി ആദമ വലാ ഫഖറ, ഞാൻ ആദം നബിയുടെ മക്കളിൽ വന്ന ആദം നബി എന്ന മനുഷ്യപിതാവിന്റെ മക്കളിൽ ജനിച്ച എല്ലാ മനുഷ്യരെക്കാളും അല്ലാഹു എന്നെ ശ്രേഷ്ഠനാക്കി വെച്ചിട്ടുണ്ട്. വലാ ഫഖറ, അത് ഞാൻ അഭിമാനം പറയുകയല്ല, അഹങ്കാരം പറയുകയല്ല. അല്ലാഹു എന്നെ ഉന്നത സ്ഥാനത്താണ് ഇരുത്തിയിട്ടുള്ളത്. അങ്ങനെ പറയാലോ, പള്ളിന്റെ പ്രസിഡന്റ്, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റാണ് ആളാണ്, പിന്നെ അയാൾക്ക് പറഞ്ഞൂടെ? അഹങ്കരിച്ചുകൊണ്ട് പറയരുത്. ആരാ പ്രസിഡന്റ്? ഞാനാണ് എന്ന് പറഞ്ഞു. എന്തേ? നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നു. വലാ ഫഖറ, അഹങ്കരിച്ചു പറയരുത്. അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം നബിയുടെ മക്കളിൽ സയ്യിദാണ്. വലാ ഫഖറ, ഇത് ഞാൻ അഭിമാനം പറയുകയല്ല. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഭൂമി ആദ്യമായി പിളരുകയും ഭൂമിക്കുള്ളിൽ നിന്ന് വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, മയ്യിത്തുകൾ ഓരോന്നോരോന്നായി മഹ്ശറായിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഓരോരുത്തരും മരിച്ച ഇടങ്ങളിൽ നിന്ന് മഹ്ശറായിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എഴുന്നേൽക്കുന്നതും ഞാനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ വഅവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണ്. ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത്. വഅവ്വലു ശാഫിഇൻ വമുശഫഇൻ, അല്ലാഹുവിനോട് ആദ്യമായി ശുപാർശ ചെയ്യുന്നവരും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ്. വലാ ഫഖറ, ഞാനിത് അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് പറഞ്ഞ് മഹ്ശറായുടെ ഒരു രംഗം നബി തങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്കൊരു പക്ഷേ കേട്ടു പരിചയമുള്ള ഹദീസാണിത്. മഹ്ശറയിൽ വിചാരണ തുടങ്ങാതെ അല്ലാഹു മനുഷ്യരെ നിർത്തും എത്രയോ ദിവസങ്ങൾ. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം അല്ലാഹുവിന്റെ അടുത്ത് ഇൻദ റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ അരികത്ത് നബിയെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 സന, 50,000 വർഷമാണ്. ഭൂമിയിലെ 50,000 വർഷം. 50,000. ഈസാ നബി ജനിച്ചിട്ട് ഇപ്പൊ 2019 കൊല്ലായിട്ടുള്ളൂ. 2019 അല്ലേ? 2020 ആവാൻ പോവാ. ഈസാ നബി ജനിച്ചിട്ട്, അതല്ലേ ഇപ്പൊ 2019 എന്ന് പറയുന്നത്. 50,000 കൊല്ലം. അതിലേക്കൊരു 48,000 ഇനിയും ആഡ് ചെയ്യണം. 48,000. അപ്പോഴല്ലേ 50 ആവുള്ളൂ. 2000 ആയിട്ടുള്ളൂ. 50,000 കൊല്ലമാകുമ്പോ അത് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ദിവസമാണ്. വിചാരണ തുടങ്ങാതെ അല്ലാഹു അങ്ങോട്ട് നിർത്തും. ആളുകൾ ദാഹിച്ചു, വിശന്ന്, തളർന്ന്, സൂര്യന്റെ താപമേറ്റ് വിയർപ്പിൽ കുളിച്ചിരിക്കാൻ. നമുക്ക് തന്നെ ഒരു വെയിറ്റിംഗ് വലിയൊരു പ്രയാസാണല്ലേ? കാത്തിരിക്കാൻ. അയാൾ പറയേണ്ട ആള് വന്നിട്ടില്ല, ഇപ്പൊ വരുമോ? ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മങ്ങനെ അതിഥി വരും, ഒരു ഗസ്റ്റ് വരും, വഴിയിൽ കാത്തിരിക്കാൻ. നേരം വൈകിയാൽ നമ്മൾ അക്ഷമരാകും. 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ മനുഷ്യര് ദിവസങ്ങളോളം വിചാരണയില്ലാതെ കാത്തിരിക്കുമ്പോൾ അവർ തീരുമാനിക്കും, അല്ലാഹുവിനോട് ചെന്നൊന്ന് പരാതി പറയണം, അല്ലാഹുവിനോടെന്ന് പറഞ്ഞ് ഒരു നിവേദനം നൽകണം. അല്ലാഹുവേ, ഒന്ന് വിചാരണ തുടങ്ങുറപ്പേ. നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, ഞങ്ങൾക്ക് വിചാരണ വേണം. ഇതാ പറയാൻ പോണത്, ഇതാണ് പറയാൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് പോയാലോ? നമുക്ക് അള്ളാഹിനോടങ്ങ് പറഞ്ഞാൽ പോരെ? അള്ളാഹുലേക്ക് വസീലകളാകട്ടെ. അമ്പിയാഇനെ ചൊല്ലി പോകാം. അമ്പിയാക്കന്മാരുണ്ടല്ലോ. നമ്മുടെ വാപ്പയുടെ അടുത്തേക്ക് പോകാം. ആദം നബി അലൈഹിസ്സലാം. ഹദീസു ശഫാഅ, വളരെ പ്രശസ്തമായ സ്വഹീഹായ ഹദീസാണിത്. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലുമ്പോൾ നബിയുനാ ആദം അലൈഹിസ്സലാം പറയും, മക്കളെ,
ഇന്നല്ലാഹ ലം യഗ്ളബ് ഗളബൻ ലാ ഖബ്ലഹാ വലാ ബഅദഹ. ഈ സംഭവത്തിന് മുമ്പോ ശേഷമോ ഇതുപോലെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. അല്ലാഹുവിനോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പഴം കഴിച്ചത്. അതിന്റെ പേരിൽ ഞാൻ അല്ലാഹുവിനോട് എന്ത് പറയുമെന്ന പേടിയിലാണ്. അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ മറ്റൊരാളിലേക്ക് പോയിക്കോളൂ. ഇലാ നൂഹ് അലൈഹിസ്സലാം. എന്താണ് ഈ പറയുന്നത്? ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ്. എത്ര വർഷം? 1000 വർഷം. ഹദീസിലുണ്ട് 1000 വർഷത്തിൽ ചെയ്തത് ഒരു തെറ്റ്. ആ തെറ്റിനെ കുറിച്ച് ഞാൻ പേടിയിലാണ്. നമ്മളോ, ഞാനും നിങ്ങളോ? നമുക്കൊരു പേടിയില്ലല്ലോ. നമ്മൾ പേടിക്കണ്ടേ? 1000 കൊല്ലം ജീവിച്ച മഹാൻ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പേടിയിലാണ്, എനിക്ക് അല്ലാഹുവിനോട് പറയാൻ ധൈര്യമില്ല. ഇദ്ഹബു ഇലാ ഗൈരി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹദീസിന്റെ അത്ഭുതം അതാണ്. ഒരു തെറ്റാണ് ആ പറയുന്നത്. 1000 വർഷത്തിൽ, ഒരു വർഷത്തിൽ ഒരു തെറ്റെങ്കിൽ 1000 തെറ്റ് കാണും. ഇല്ല, 1000 വർഷത്തിൽ ഒരു തെറ്റ്. ആദം നബി അലൈഹിസ്സലാം പറയും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലും. നൂഹ് നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ നബിമാരിൽ 950 വർഷം പ്രബോധനം ചെയ്ത, പ്രഭാഷണം ചെയ്ത, ദഅവത്ത് ചെയ്ത ആളല്ലേ? 950 കൊല്ലം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു മഹാപ്രളയമുണ്ടാക്കി തന്നില്ലേ? അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? നിങ്ങൾ അവ്വലു റസൂൽ, ആദ്യത്തെ റസൂലല്ലേ? അതുകൊണ്ട് നൂഹ് നബിയെ, റസൂലും നബിയും വ്യത്യാസമുണ്ട്. റസൂൽ പ്രബോധനം നിർബന്ധമാക്കപ്പെട്ടവർക്കാണ് റസൂൽ എന്ന് പറയാ. ആദം നബി അലൈഹിസ്സലാം പ്രബോധനം നിർബന്ധമായിരുന്നില്ല, വഹയുണ്ട്, അങ്ങനത്തെവർക്ക് നബി എന്നാ പറയാ. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം നബിയാണ്. പക്ഷെ മൂന്നാമത് വന്ന നൂഹ് നബിയാണ് ആദ്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ റസൂലിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം പറയും, അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. ഇതുപോലെ ഒരു ദേഷ്യം ഇനി ദേഷ്യപ്പെടാനില്ല. പക്ഷേ ഞാൻ എൻ്റെ മകന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു പോയി. ഒരു അവിശ്വാസിയായി മരിച്ച ഒരാൾ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാതെ, പ്രവാചകനിൽ വിശ്വസിക്കാതെ മരിച്ച ഒരാൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല. എൻ്റെ മകൻ ഇന്നബിനി മിൻ അഹ്ലി, അല്ലാഹുവേ എൻ്റെ മകൻ കൻആൻ, അവൻ എൻ്റെ ചോരയാണ്, അവൻ എൻ്റെ മോനാണ്. എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച, നോക്കണം, വാപ്പയും മോനും സംസാരിക്കുക, മോനെ ഇങ്ങോട്ട് കയറ്. ഇല്ലപ്പ, ഞാൻ കപ്പലിലേക്കില്ല, ഞാൻ നീന്തിക്കൊള്ളാം. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ആ വെള്ളമെത്താത്ത വിധം ഉയരമുള്ള പർവ്വതത്തിന്റെ മീതേക്ക് നീന്തിച്ചെല്ലാം. അപ്പൊ പറഞ്ഞു നൂഹ് നബി, ലാ ആസിമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ലാ ആസിമൽ യൗമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. ഇന്ന് അല്ലാഹുവിലേക്കല്ലാതെ അഭയമില്ല മോനെ, അതുകൊണ്ട് നീ കപ്പലിലേക്ക് വാ. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. ആ വെള്ളം വന്നിട്ട് നൂഹ് നബിന്റെ വാപ്പയുടെ കൺമുമ്പിൽ വെച്ച് മോൻ മരിക്കാൻ. അങ്ങനെ ഉണ്ടോ ഒരു ട്രാജഡി? എത്ര വേദന തോന്നും. കൺമുമ്പിൽ വെച്ച് മരിച്ചു. നിങ്ങൾ പറയില്ലേ, ആ വേദനയിൽ മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മകനെ നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവിനോട് അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം കൻആൻ ഈമാനില്ലാതെ മരിച്ചുവെന്നല്ല. അല്ലാഹു പറഞ്ഞു, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, അല്ലാഹുവിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ മറ്റൊരാളിലേക്ക്. ഇദ്ഹബൂ ഇലാ ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതായിരിക്കുന്നു ഇബ്രാഹിം നബി, അല്ലാഹുവിന്റെ ഖലീലാണ്, ഉറ്റ കൂട്ടുകാരനാണ്. അവിടേക്ക് ചെന്നേക്കൂ. യാ അല്ലാഹ്, 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അതിന്റെ മുമ്പ് 300 കൊല്ലം ജീവിച്ചു. 950 കഴിഞ്ഞ് വീണ്ടും 400 കൊല്ലം ജീവിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1500ഓളം വയസ്സ് പ്രായമുണ്ട്. അതിനിടയിൽ ചെയ്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ. എൻ്റെ മോനെ പുറത്തു കൊടുക്കണേ എന്ന് ചോദിച്ചു. അവിശ്വാസിയായ മരിച്ച മോനെ സംബന്ധിച്ച് ആ പാതകത്തിന്റെ പേരിൽ എനിക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല. എന്താ മുഅ്മിനെ ഞാനും നിങ്ങളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളൊക്കെ എന്ത് കണ്ടിട്ടാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള റെക്കോർഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? പൗരത്വം കൂടെ നിൽക്കട്ടെ. അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് റെക്കോർഡുണ്ട് നമ്മുടെ കൈകളിൽ? നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളെ? മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ 3 തവണ ചെറിയ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് കളവെന്നറിയോ?
സലാസു കദിബാത്തിൻ നബി തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ 3 കളവും ഫീ ദാത്തില്ലാ, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ലീവ് കിട്ടാൻ വേണ്ടി പറഞ്ഞ നുണയല്ല, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞ നുണയാണ്. ഏതാണ് ആ നുണ? ഒന്ന്, സ്വന്തം ഭാര്യയെ അക്രമിയായ രാജാവ്, ഈജിപ്ഷ്യൻ ഭരണാധികാരി പിടിച്ചു വെക്കുമെന്ന് കണ്ടപ്പോ ഇതാരാ? ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. എന്തേ? ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിക്കും, പെങ്ങളാന്ന് പറഞ്ഞാൽ ഒരു മനസ്സലിവ് വരുമെന്ന് വിചാരിച്ച് ആദം നബിയുടെ മക്കൾ എന്ന നിലയിൽ അങ്ങനെ പറയാലോ. അതാണ് ഒരു നുണ. ഹാദാ റബ്ബി, സൂര്യനെ നോക്കിയിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. ചന്ദ്രനെ നോക്കി പിന്നെ പറഞ്ഞു അല്ലല്ല, അസ്തമിക്കുന്നത് എന്റെ റബ്ബല്ല എന്ന് തിരുത്തി പറഞ്ഞു. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കളവായി തോന്നും. അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ്. ആരായും ബിംബങ്ങളെ തച്ചുടച്ചത്? ചോദിച്ചു നോക്കൂ. അവിടെ വലിയൊരാൾ വലിയൊരു ബിംബമുണ്ടല്ലോ, ആ ബിംബമായിരിക്കണം തകർത്തത് എന്ന് വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. ഈ 3 വിഷയമാണ് 200 കൊല്ലം ജീവിച്ച ഇബ്രാഹിം നബിക്ക് പറയാനുള്ളത്. ഈ 3 വിഷയം, ആ 3ഉം അള്ളാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. നമ്മളോ മുഅ്മിനെ, നമ്മളോ? മൂസാ നബി അലൈഹിസ്സലാം അത് തന്നെ പറയും. ഞാൻ ഒരാളെ അറിയാതെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട്. കൊന്നതല്ല, പാവപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അക്രമിയെ പിടിച്ചു മാറ്റിയതാണ്. അയാൾ അവിചാരിതമായി മരണപ്പെട്ടു. അതിന്റെ പേര് ഞാൻ പേടിയിലാണ്. അന്ന് മൂസാ നബി നബിയായിട്ടില്ല അലൈഹിസ്സലാം. ഞാൻ പേടിയിലാണ്. പൊയ്ക്കോളൂ, എനിക്ക് പറയാൻ കഴിയില്ല. ഇലാ റൂഹില്ലാഹി വ കലിമതിഹി ഈസാ, ഈസാ നബിയുടെ അരികത്തേക്ക് പോയിക്കോളൂ. ഈസാ നബിയും പറയും, ദാ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. വലം യദ്കുറു ദംബാ, ഈസാ നബി ഒരു തെറ്റും പറയുന്നില്ല എന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്തു അതിന്റെ പേരിൽ എന്നല്ല, എനിക്കത് പറയാൻ ഞാൻ അതാളല്ല. അതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ചെല്ലി, അവിടെയാണ് അതിന്റെ ആള്. തങ്ങൾ പറഞ്ഞു അനലഹ, ഞാനാണത് ചെയ്യാൻ അർഹനായവൻ, ഞാനത് ചെയ്യാം. അല്ലാഹുവിന്റെ അർശിന്റെ താഴത്തുനിന്ന് സുജൂദിൽ വീഴുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരേക്കും അതിന് ശേഷമോ ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത അല്ലാഹുവിന്റെ സ്തോത്രങ്ങളുടെ വചനങ്ങൾ നബിതങ്ങൾ ചൊല്ലുന്നു. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ എന്റെ ഉമ്മത്തികളിൽ പാപികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ. അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ് നബിയേ, ഇർഫഅ റഅസക, തല ഉയർത്തൂ നബിയേ, സൽ തുഅത, ചോദിച്ചോളൂ നൽകപ്പെടാം, വശ്ഫഅ തുശഫഅ, നിങ്ങൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുവോ ആ റെക്കമെൻഡ് ഇവിടെ അംഗീകരിക്കപ്പെടും. ചോദിച്ചോളൂ. ഖുൽ യുസ്മഅ, അങ്ങ് പറഞ്ഞോളൂ, ഇവിടെ കേൾക്കപ്പെടും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ഉമ്മത്തികളെ വൻപാപികൾക്ക്, നോക്കണം, അവിടെ തങ്ങൾക്ക് സ്വന്തം ഭാര്യമാരെ ഓർക്കാം, മക്കളെ ഓർക്കാം, കുടുംബത്തെ പറയാം, അല്ല എന്റെ ഉമ്മത്തികൾ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികൾക്ക് പൊറുക്കണേ നബിയെ, ഞാൻ പൊറുക്കാം. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ആളുകളിൽ അങ്ങയുടെ ഉമ്മത്തികളിലെ വൻപാപികളെ നിങ്ങൾ എടുത്തു കൊണ്ടുപോന്നോളൂ. മോചിപ്പിക്കപ്പെടുകയാണ്. പിന്നെയും നബി തങ്ങൾ യസ്ജുദു തഹ്തൽ അർശി, വീണ്ടും അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുന്നു. പറയുന്നു, അല്ലാഹുവേ എന്റെ ഉമ്മത്തികളിൽ ഒരു കടക് മണിയോളം, ഒരു ബാർലിയുടെ മണിയോളം ഈമാനുള്ള ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ അനുമതി തരണം. അല്ലാഹു പറയും, നബിയേ തല ഉയർത്തിക്കോളൂ, അത് ചെയ്തോളൂ. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ഒരു ബാർലി മണിയുടെ, ഗോതമ്പ് മണിയുടെ അത്രേ ഈമാനുള്ളൂ. പോരിൻ അവരെ കൊണ്ടുപോരുന്നു. പിന്നെ നബി തങ്ങൾ വീണ്ടും സുജൂദിൽ പോകുന്നുണ്ട്. ശഫാഅത്തിന്റെ ഹദീസുകൾ നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ പറയും, അല്ലാഹുവേ ഒരു കടക് മണിയുടെ അത്ര ഈമാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്റെ ഉമ്മത്തികളെ. ചെയ്തോളൂ നബിയേ. പിന്നെയും പറയും, അല്ലാഹു അതിലും താഴെ ഒരു ഘടകമണിയിലും താഴെ ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്നും പറഞ്ഞ് അവരെയും രക്ഷപ്പെടുത്താൻ പറയും. എന്നിട്ട് അല്ലാഹു യഖ്ബിദു ഖബ്ലതൻ, അല്ലാഹു ഒരു പിടി ആളുകളെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മോചിപ്പിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ മനോഹരമായ ഹദീസ്. ഈ പറഞ്ഞതിൽ ബഹുഭൂരിഭാഗം ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരാണ്. ആരാണ് ഉലുൽ അസ്മ്? 5 നബിമാരാണ് ഉലുൽ അസ്മിൽപ്പെട്ടത്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, വനബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഈ 5 നബിമാരും കൂട്ടത്തിൽ ആദം നബിയും 6 പേരാണ് അല്ലാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ VVIPകളാണ്.
VVIPകൾ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 പറഞ്ഞു 200 കൊല്ലത്തിന് ആയുസ്സിനിടയിൽ. ആ VVIPകൾക്ക് ധൈര്യമില്ലെങ്കിൽ സാധാ നബിമാരുടെ പേടി എന്ന് എത്രയാണ് നോക്കണം. ഈ ഉലുൽ അസ്മിന് ഇത്ര പേടിയാണ്, അപ്പൊ സാധാ നബിമാർക്ക് എത്ര പേടിയാണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഔലിയാക്കന്മാർ എത്ര പേടിയിലാണ്, അള്ളാഹുവിന്റെ ശുഹദാക്കൾ എത്ര പേടിയിലാണ്, ആലിമീങ്ങൾ എത്ര പേടിയിലാണ്, സ്വാലിഹീങ്ങൾ എത്ര പേടിയിലാണ്. പിന്നെ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? മഹാന്മാർ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയും, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു തെറ്റുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ട് നൽകപ്പെട്ടതെങ്കിൽ നമ്മളൊക്കെ എത്രമേൽ തെറ്റുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമോ എന്ന് പേടിക്കണം. കഴിഞ്ഞില്ല. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞിടത്ത് 3 തവണ മൂസാ നബി അലൈഹിസ്സലാം ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഖിദ്ർ അലൈഹിസ്സലാം. പക്ഷേ വിജ്ഞാനം നേടാനുള്ള ജിജ്ഞാസ കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തേ ഖിദ്ർ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്താ പറഞ്ഞത്? ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നബിയേ ഇനി എന്റെ കൂടെ നടക്കണ്ട. 3 തവണ ചോദിച്ചപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. 3 തെറ്റിന് അള്ളാഹുവിനോട് എത്ര തെറ്റാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കോ? ഗുഡ് ബൈ എന്നല്ല, പൊയ്ക്കോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? നമ്മൾ പേടിക്കണം. ആലോചിച്ച് നോക്കി, 3 തെറ്റ്, ഒരു തെറ്റ് അള്ളാഹു പുറത്തില്ല. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. തസ്ലു الذنوب إلى الذنوب وترتجي نزل النعيم وفوز خلد واحد ونسيت إن الله أهبط آدم من جنة المأوى بذنب واحد. മനോഹരമായ വരികളാണ്. تصل الذنوب إلى الذنوب وترتجي نعما نزل النعيم وفوز خلد واحد. തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും പാപങ്ങൾക്കുമേൽ പാപങ്ങൾ, എന്നിട്ട് മോഹിക്കുകയാണ് സ്വർഗം കിട്ടുമെന്ന്. എന്ത് മോഹായത്! ونسيت أن الله أهبط آدم من جنة المأوى بذنب واحد. നീ മറന്നുപോയോ ജന്നത്തുൽ മഅവയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വാ ബീവിയെ ഭൂമിയിലേക്ക് ഇറക്കിയത് ഒരു തെറ്റ് കാരണം കൊണ്ടാണ്. തെറ്റിന് മേൽ തെറ്റുകൾ ചെയ്തിട്ട് പാപമോചനം ചോദിക്കാതിരിക്കുകയാണോ? നബിയുന ആദം അലൈഹിസ്സലാം ഹബത ഫിൽ ഹിന്ദ്, ഇന്ത്യയിലാണ് ഇറങ്ങിയത് എന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അപ്പൊ ഇത് നമ്മുടെ ജന്മനാട് തന്നെയാണ്, എല്ലാ മനുഷ്യരുടെയും ജന്മനാടാണ്. മനുഷ്യന്റെ ആദിപിതാവ് നബിയുന വസയ്യിദുന വ അബൂന ആദം അലൈഹിസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. വരുമ്പോ കയ്യിലൊരു സ്വർഗത്തിലെ വടിയുണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സുഗന്ധം ആ വടി കാരണമാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസാമിലൊക്കെ ഇഷ്ടംപോലെ ഊതിന്റെ മരങ്ങളുണ്ട്, സുഗന്ധമുള്ള മരങ്ങൾ. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഊത്, കംബോഡിയയിൽ നിന്ന് ഊത് വരുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട്. ശ്രീലങ്ക പണ്ട് ഇന്ത്യന്റെ ഭാഗമാണ്, അത് ഇന്ത്യയായിരുന്നു. പഴയകാലത്തെ ഇന്ത്യയാണ്, പഴയകാലത്തെ സിലോൺ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നുവല്ലോ അത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന സുഗന്ധമുള്ള മരം ഊതായിരിക്കാം, അല്ലാഹു ആലം. അങ്ങനെ സുഗന്ധമുണ്ടാവാൻ കാരണം ആദം അലൈഹിസ്സലാമിന്റെ കൈകളിൽ അന്ന് സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ഒരു കമ്പുണ്ടായിരുന്നു. ആ കമ്പോടുകൂടെയാണ് ഞാൻ പറയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുർആന്റെ മുഫസ്സിർ, അവരുടെ കൈകളിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ സുഗന്ധമുള്ള വൃക്ഷങ്ങളുണ്ട് ഇന്ത്യയിൽ. അവർ പറഞ്ഞു അമ്മാ ഹവ്വാ, മുഫസ്സിരീങ്ങൾ ഫഹബതത് ബിജദ്ദ, ഹവ്വാ ബീവി ഇറങ്ങിയത് ജിദ്ദയിലാണ്. ജിദ്ദയിലെ ടൗണിൽ തന്നെ ഉള്ള മഖ്ബറയിലുണ്ട് മഖ്ബറത്തു ഉമ്മിന ഹവ്വാ.
അത് ഇനിയിപ്പോണ്ടോന്നറിയില്ല, ഞാനത് കണ്ടിട്ടുണ്ട്, ഇനിയിപ്പം ബോർഡ് മാറ്റിയിട്ടുണ്ടോയെന്നറിയില്ല. നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയുടെ ഖബർ. ജിദ്ദയിലൊക്കെ താമസിച്ച ഒരുപാട് ആളുകളാണ് നമ്മുടെ സദസ്സിലിരിക്കുന്ന ആളുകൾ. ഹവ്വാ ബീവി ജിദ്ദയിലാണ് ഇറങ്ങിയത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. യാ അല്ലാഹ്, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പരീക്ഷണങ്ങളുണ്ട്. അതാണ് പറയേണ്ടത്, അതാണ് ചിന്തിക്കേണ്ടത്. വകുലാ മിൻഹാ റഗദാ, ഇഷ്ടം പോലെ തിന്നോളൂ എന്ന് സ്വർഗ്ഗലോകത്ത് നിന്ന് ആജ്ഞയുണ്ടായപ്പോ ഭൂമിയിൽ വന്നാൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. ഭൂമിയിൽ കഷ്ടപ്പാടുണ്ടാവും, വലിയ കഷ്ടപ്പാടുണ്ടാവും. അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ കേൾക്കേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ട്രയൽ. അള്ളാഹു പരീക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞ ജീവിതമാണിത്. ഇത് സ്വർഗമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിലിന് തുല്യമായ ജീവിതമാണ്. ഇവിടെ എന്ത് ആസ്വാദനമുണ്ടായാൽ തന്നെയും അങ്ങനെയാണ്. അതല്ലേ ഇസ്ലാം ഒരു മുസ്ലിമിന്റെ ജയിലും ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗമാണ്, ഈ ലോകം. അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ ഏത് ആസ്വാദനവും സ്വർഗമാണ്. എന്തേ? അത് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയിലേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള എന്തും നരകതുല്യമാണ്, ജയില് തുല്യമാണ്. എന്തേ? ഇതിന് വരാൻ പോകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇതിലും വലുതാണ്. നന്നായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പേര് മാത്രമുള്ള സെൻസസിൽ മുസ്ലിമായാൽ പോരാ എന്നർത്ഥം. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഇവിടെ പരീക്ഷണമുണ്ട്, അധ്വാനിക്കണം. ആദം നബി അലൈഹിസ്സലാമിനോട് കൃഷി ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിൽ സന്തോഷത്തിന്റെ നാളുകൾ വളരെ കുറവാണ്. സ്വർഗലോകത്തിന്റെ ആനന്ദപൂർണമായ ജീവിതങ്ങളിൽ നിന്ന് കഷ്ടപ്പാടിന്റെ ഒരു ലോകത്തേക്കാണ്, അധ്വാനത്തിന്റെ ലോകത്തേക്കാണ് ആദം നബി അലൈഹിസ്സലാം വരുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് സങ്കടം കൂടുതലാണ്.